കുറച്ച് അമ്പഴങ്ങ കിട്ടിയപ്പോൾ അതും കൊണ്ട് അച്ചാർ ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ കായയും ഉലുവയും അങ്ങ് വറുത്തെടുത്തു. പിന്നെ പാൻ കഴുകാൻ മടിയായത് കൊണ്ട് തന്നെ അതേ പാനിലായിട്ട് തന്നെ നമ്മൾ കുറച്ചും കൂടി നല്ലെണ്ണ ഒഴിച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള അമ്പഴങ്ങ എടുത്ത് വഴറ്റിയെടുത്തു. അതിനുശേഷം നമ്മൾ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പിലൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് കൂടി എടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക. പിന്നെ അതിലേക്ക് നമ്മൾ വിനാഗിരി ഒഴിച്ച് ഒരു പേസ്റ്റ് പരുവത്തിലാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള ആ അമ്പഴങ്ങയല്ലേ അതും കൂടി ആഡ് ചെയ്യുക. ഇതിന് ശേഷം ആ കായപ്പൊടിയും ഉലുവപ്പൊടിയും മിക്സിയിലിട്ട് കറക്കി ഇതിന്റെ കൂടെ ആഡ് ചെയ്ത് ഞാൻ അമ്പഴങ്ങ അച്ചാർ റെഡിയായി എന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷെ നമ്മൾ കടുക് പൊട്ടിക്കാൻ മറന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു പാനിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് കടുക് പൊട്ടിച്ച് ഇതിലിട്ട് ആഡ് ചെയ്തു. ഇപ്പൊ നമ്മുടെ അമ്പഴങ്ങ അച്ചാർ റെഡി. ചൂടാറാനായിട്ട് അവിടെ ഇരിക്കട്ടെ. ഈ ഗ്യാപ്പിൽ നമുക്ക് ഇത് ഇട്ട് വെക്കാനായിട്ട് ഒരു കുപ്പി തപ്പണം. എല്ലാ വീട്ടിലും ഉള്ള പോലെ തന്നെ നമുക്കുമുണ്ട് അച്ചാർ ഇടാനായിട്ട് ഇഷ്ടം പോലെ ചില്ല് കുപ്പികൾ, ഭരണികൾ. ബട്ട് നമ്മൾ ഇതിലൊന്നുമല്ല അച്ചാർ ഇടാൻ പോകുന്നത്. കാണുന്ന ഫ്രോസൺ ബോട്ടിലിന്റെ കുപ്പിയിലാട്ടോ നമ്മൾ അച്ചാർ ഇട്ടത്. താങ്ക് യു ഫ്രോസൺ ബോട്ടിൽ. അപ്പൊ അത്ര ഉള്ളത്തെ വീഡിയോ.